യാത്മന പരമപാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദാ ശാരദേന്ദു കിരണോജ്വലാകൃതി. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. ശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്തംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര വിചാരം നമുക്കിന്ന് തജ്ജ്യോതിഹി എന്നുള്ളതിൻ്റെ അടുത്ത സൂത്രമാണ്. സൂത്രം 4 വിചാരം ചെയ്യാനുള്ളത്. തേനേദം പ്രജ്വലിതം. തജ്ജ്യോതിഹി എന്നുള്ളതിന് കിം തസ്യ ലക്ഷണം എന്നുള്ളതിൻ്റെ മറുപടി ആയിട്ടാണ് അടുത്ത സൂത്രം വന്നത്. തജ്ജ്യോതിഹി ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ് എന്ന ചോദ്യത്തിന്, ശിഷ്യന്റെ ചോദ്യത്തിന് ഉത്തരമാണ് തജ്ജ്യോതിഹി. നമ്മൾ അനേകം ഉപനിഷത്തുക്കളുടെ സാരത്തെ ആറ്റിക്കുറുക്കിക്കൊണ്ട് ഗുരു ബ്രഹ്മലക്ഷണത്തെ 3 അക്ഷരമായിട്ട് നമുക്ക് തന്നു. അതിനെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാതെ അതിനെ വിചാരം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച് ആ ഗുരു നമുക്ക് കാട്ടിത്തന്ന കൃതികളിൽ, ഏത് കൃതികളിലാണോ അതിൻ്റെ വിശദീകരണം ഇരിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവനവനിൽ പ്രോജ്വലിക്കുന്ന ആത്മജ്യോതിസിനെ അറിഞ്ഞുകൊണ്ട് ജീവിതയാത്ര തുടരാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഒരു ബുക്കും പേനയും എടുത്ത് എഴുതി പദച്ഛേദവും അർത്ഥവും അത് പഠിച്ചും ഒക്കെ പോകേണ്ട ഒന്നല്ല ഇത്. ഇത് ആനുഭൂതികമായി നമ്മൾ ധ്യാന വിഷയമാക്കി നമ്മളിലേക്ക് ആനുഭൂതികമായി അറിയേണ്ട ഒന്നുകൂടിയാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ നോട്ട് എഴുതണ്ട, പഠിക്കേണ്ട എന്നല്ല. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് നോട്ട് ആവശ്യമാണ്, പഠനം ആവശ്യമാണ്. പക്ഷെ അതിനപ്പുറം ഇതിനെ നമ്മളിലേക്ക് ഗുരു പറഞ്ഞ പോലെ മതിയതിലാക്കി മറന്നിടാതെ മയാ മതിയറുവാൻ മനനം തുടർന്നിടേണം എന്നുള്ളത് മറക്കാതെ സൂക്ഷിക്കണം നമ്മൾ. അപ്പോൾ അടുത്ത സൂത്രമാണ് തേനേദം പ്രജ്വലിതം. തജ്ജ്യോതി എന്ന് പറഞ്ഞു. ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മം പ്രകാശ സ്വരൂപമാണ്. ഇനി അടുത്തതിലൂടെയും അതുതന്നെ വിശദീകരിക്കുകയാണ്. തേനേദം പ്രജ്വലിതം. തേന ഇതം പ്രജ്വലിതം. ഇത് ജപിക്കാൻ അറിയില്ലാത്ത ആളുകൾ ഇതിന്റെ പദച്ഛേദവും ഇതിന്റെ ഉച്ചാരണവും ഒക്കെ വളരെ ശ്രദ്ധിക്കുക.
കാരണം പല ഗ്രൂപ്പുകളിൽ നിന്നും ഇതെല്ലാം പാരായണം ചെയ്തിട്ടുള്ളവർക്ക് അത് എളുപ്പമാണ്. പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ട് അതിൻ്റെ പദച്ഛേദം എങ്ങനെയാണ്, അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോവിലാണ് ഓരോ പദങ്ങളും അത് ഉച്ചരിക്കുന്നത്. സൂത്രത്തിലെ തേനേതം എന്ന് പറഞ്ഞ 2 പദങ്ങൾ അതിലുണ്ട്. തേന പ്ലസ് ഇതം ചേരുമ്പോഴാണ് തേനേതം എന്ന് വരുന്നത്. പിന്നെ പ്രജ്വലിതം, പ്രജ്വലിതം അപ്പൊ ചേരുമ്പോ തേന ഇതം പ്രജ്വലിതം, തേനേതം പ്രജ്വലിതം. അത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താണ് തേന എന്നുള്ള പദം എന്താണെന്ന് നോക്കാം. ഇവിടെ സഹ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സർവനാമമാണ്. സഹ എന്ന് പറഞ്ഞ അവൻ, സ എന്ന് പറഞ്ഞ അവൾ. നമ്മൾ പറഞ്ഞാണ് പുല്ലിംഗത്തിൽ സഹ എന്ന് പറയും, സ്ത്രീലിംഗത്തിൽ സ എന്ന് പറയും. ഇവിടെ പുല്ലിംഗ ശബ്ദമായ സഹ, സഹ എന്നുള്ളതിന്റെ തൃതീയ വിഭക്തിയാണ് തേന. സഹ തൗ തേ. സഹ എന്ന് പറഞ്ഞ അവൻ, ഒരാൾ. തൗ അവർ 2 പേർ, അത് പുല്ലിംഗ ശബ്ദമാണ്. തേ അവരെല്ലാവരും. പിന്നെ ദ്വിതീയ വരുമ്പോ തം അവനെ, തൗ അവർക്ക് 2 പേർക്ക്, അല്ലെ, താൻ അവർക്ക് എല്ലാവർക്കും ബഹുവചനത്തിൽ. പിന്നെ തേന, അവിടെയാണ് നമ്മളുടെ ഈ സൂത്രത്തിലെ പദം തേന, അവനാൽ അല്ലെങ്കിൽ അതിനാൽ. ഇവിടെ ജ്യോതിസിനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അതിനാൽ എന്ന് പറഞ്ഞ തേന ജ്യോതിഷ. ജ്യോതിസ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ തൃതീയ വിഭക്തി തന്നെ ഉപയോഗിക്കണം. തേന എന്ന ശബ്ദത്തിന്റെ തൃതീയ വിഭക്തി ഉപയോഗിക്കുമ്പോൾ തേന ജ്യോതിഷ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വിശേഷണവും വിശേഷ്യവും ഒരേ വിഭക്തിയിലും വചനത്തിലും ആകണമല്ലോ. അപ്പോൾ തേന, അതിനാൽ എന്ന് പറഞ്ഞാൽ ഏതിനാൽ? ആ ജ്യോതിസിനാൽ. അപ്പൊ എങ്ങനെ പറയും? ജ്യോതിസ എന്നല്ല, തേന ജ്യോതിഷ, ആ ജ്യോതിസിനാൽ. ഇവിടെ അല്ലെങ്കിൽ തേന ബ്രഹ്മണ, ആ ബ്രഹ്മത്താൽ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ തേന അവനാൽ അല്ലെങ്കിൽ അതിനാൽ. ഇതം നമ്മൾ എപ്പോഴും ഓർത്തോണം, തശബ്ദം ബ്രഹ്മവാചി ശബ്ദവും ഇതം ശബ്ദം പ്രപഞ്ചവാചി ശബ്ദമാണ്. നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയവരാണ്. തത്വമസിയൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് തശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ പലവരും പഠിച്ചിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഇതം ശബ്ദം പ്രപഞ്ചവാചി ശബ്ദമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതം പ്രപഞ്ചം, പ്രപഞ്ചവാചി ശബ്ദമാണ്. തേന അതിനാൽ. ഇതം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തിലെ സകലതും, ഇതം എന്ന് പറഞ്ഞ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ സകലതും. ഇതം ജഗത്ത് എന്ന് പറയാം. ഈ ജഗത്ത് പ്രജ്വലിതം, പ്രകാശിക്കുന്നത്, പ്രകടമായിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അത് സൂത്രത്തിന്റെ അർത്ഥം എങ്ങനെ പറയാം? തേന, ആ ജ്യോതിസിനാൽ, ഇതം ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സമസ്തവും, ഈ ജഗത്ത് സർവവും, സർവം ജഗത്ത്, ഈ മുഴുവൻ പ്രപഞ്ചവും പ്രജ്വലിതം, പ്രകർഷേണ ജ്വലിതം, അല്ലെ, പ്രകടമായിരിക്കുന്നത്, പ്രകാശിതമായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്. അപ്പോൾ പറയുന്ന ഈ കാണുന്ന ഞാനടക്കം, അല്ലെ, ഞാനാണല്ലോ എല്ലാത്തിനെയും കാണുന്നത്, എല്ലാവരിലും ഇരുന്ന് പ്രകാശിക്കുന്ന ഞാനാണല്ലോ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ആ ഞാൻ അടക്കം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളായി വന്നിരിക്കുന്ന സകലതും പ്രകാശിക്കുന്നത് ആ മഹാജ്യോതിസിന്റെ പ്രകാശം കൊണ്ടാണ് എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗം വർണ്ണം ഭേദം പറഞ്ഞും രാഷ്ട്രത്തിന്റെ പേര് പറഞ്ഞും ഒക്കെ മനുഷ്യൻ മല്ലടിക്കുമ്പോൾ ഗുരു ഓർമ്മിപ്പിക്കുകയാണ്, ഈ സമസ്ത ചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് അവൻ, അല്ലെ. ഇപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവന്റെ ഉള്ളിലും ഈശ്വരൻ ഇരുന്ന് പ്രകാശിക്കുന്നുണ്ട്. അവന്റെ വൈഖരിയായ ആ വാക്ക് പുറത്തു വന്നത് ആത്മചൈതന്യത്തിന്റെ പ്രകാശത്താലാണ്. ഈ ഒരു അറിവ് മനുഷ്യർക്കുണ്ടെങ്കിൽ ഈശ്വരൻ നിന്ദ ചെയ്തും ഗുരുനിന്ദ ചെയ്തും പരസ്പരം മത്സരിച്ചും പരസ്പരം കൊന്നും ഒക്കെ ഈ ലോകം ഇങ്ങനെ ഇരുട്ടാർന്ന് പോവുകയില്ലായിരുന്നു. അപ്പോൾ ആ ഇരുട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാരെ ഈ പരമസത്യത്തെ പല രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു.
ഗുരുവിന്റെ കൃതികളിലൂടെ മുഴുവനും എത്രയോ ശ്ലോകങ്ങളിലൂടെ ഗുരു ഈ വെളിച്ചത്തെ നമുക്ക് കാട്ടിത്തന്നു. നമ്മൾ ഈ കഴിഞ്ഞ 3 സൂത്രത്തിലൂടെ എത്രയോ പറഞ്ഞു ആ വെളിച്ചത്തെ. എന്നിട്ട് അതിനെ ഒരിക്കലും എല്ലാ കാലഘട്ടത്തിലും സനാതനമായി ഈ സത്യം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് വേദാന്ത സൂത്രമാക്കി അതിനെ സൂത്രരൂപത്തിലും അങ്ങ് കൽപ്പിച്ചു തന്നു നമുക്ക്. നമ്മളിതിനെ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ഇതിനെ അനുഭൂതികമായി അറിയുന്നു, അതൊക്കെയാണ് നമ്മൾ ചിന്തനീയമാകേണ്ടത്. അതുകൊണ്ട് ഇത് വളരെ ലാഘവ ബുദ്ധിയോടെ എടുക്കാതെ വളരെ സൂക്ഷ്മമായി ഇത് വിചാരം ചെയ്യണം. ഇത് വെറുതെ ഒരു കൃതിയല്ല, വേദത്തെ സൂത്രിച്ച് തന്നിരിക്കുന്ന ഇതാണ് ഗുരുദേവൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അപ്പൊ തേന ഇതം പ്രജ്വലിതം എന്ന് പറഞ്ഞു. ഇനി ചോദിക്കുക, തേന എന്നുള്ളത് ചോദ്യ രൂപത്തിൽ ചോദിക്കുകയാണ്, കേന ആരാൽ അല്ലെങ്കിൽ ഏതിനാൽ. ഒരാൾ ചോദിക്കുകയാണ് തേന ഇതം പ്രജ്വലിതം, ആരാലാണ് ഇതെല്ലാം പ്രകാശിതമായിരിക്കുന്നത്? അങ്ങനെ ചോദിക്കണം നമുക്ക്, കേന ആരാൽ. അപ്പൊ ഉത്തരാണ് തേന ബ്രഹ്മണ അല്ലെങ്കിൽ തേന ജ്യോതിഷ. ആ ബ്രഹ്മത്താലാണ്, ആ ജ്യോതിസിനാലാണ് ഇതെല്ലാം പ്രകാശിതമായിരിക്കുന്നത്. അത്രയും സൂത്രവും അതിൻ്റെ പദച്ഛേദവും അതിൻ്റെ പദാർത്ഥവും മനസ്സിലായി എന്ന് തോന്നുന്നു. തേനേതം പ്രജ്വലിതം. തേന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജ്യോതിസിനാലാണ്, അല്ലെ? ഇതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തെയാണ്. ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ, ആത്മാവാകുന്ന അല്ലെങ്കിൽ ബ്രഹ്മമാകുന്ന ജ്യോതിസാണ് സർവ്വതിനും കാരണമായിരിക്കുന്നത്. കാരണസത്യമാണത്. ആത്മാവാകുന്ന പ്രകാശമാണ്, ബ്രഹ്മമാകുന്ന പ്രകാശമാണ് സർവ്വതിനും കാരണമായിരിക്കുന്നത്. ആത്മസൂര്യന്റെ പ്രകാശത്താലാണ് പ്രാപഞ്ചിക സൂര്യനും ഒക്കെ പ്രകാശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുക. അതിനുശേഷം മനസ്സിലാക്കുക. അതിനുശേഷം മനസ്സിന്റെ തലവും കടന്ന് നമ്മൾ ഇതിനെ അറിയാൻ ശ്രമിക്കുക, അല്ലെ? ആദ്യം ഒരു മനുഷ്യനിലെ മൃഗീയ ഭാവനകളെ, ആസുരിക വാസനകളെ കളഞ്ഞിട്ട് മനുഷ്യനാവുക. പിന്നെ അവനിലാണ് ദൈവിക ഗുണം ഇരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആ ദൈവികതയെ അറിയുക. അതിനുശേഷം അതിനെ അനുഭവിക്കുക. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ശാന്തതയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഇരുത്തം വന്നവരാണ് വേദാന്ത സൂത്ര ക്ലാസ്സിൽ വരെയൊക്കെ എത്തുള്ളൂ. കാരണം ഗുരുവിന്റെ കൃതികളിലൂടെയും ഗുരുദർശനത്തിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നവര്, അത് വർഷങ്ങളായി സഞ്ചരിക്കുന്നവർക്കാണ് വേദാന്ത സൂത്രം കർണപുടങ്ങളിൽ എത്തുള്ളൂ. ഇനി അല്ലാതെ പ്രാഥമികമായ തലത്തിൽ പഠിച്ചു വരുന്നവർ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അതാണ് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആത്മസൂര്യന്റെ ആ പ്രകാശത്താലാണ് ഈ പ്രാപഞ്ചികമായ സൂര്യചന്ദ്രാദികളെല്ലാം പ്രകാശിക്കുന്നത് ഒരു അറിവ് നമുക്ക് എപ്പോഴും ബേസിക് ഉണ്ടാകും. അതായത് നമുക്ക് മനുഷ്യനാണല്ലോ ഏറ്റവും ശക്തിമത്തരമായ അന്ധകരണമുള്ളത്. മറ്റു മൃഗങ്ങൾക്കൊന്നും ആത്മജിജ്ഞാസ ഉണ്ടാവില്ല. അതിന് തക്കവണ്ണമുള്ള ശക്തിമത്തരമായ അന്ധകരണവും കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാകേണ്ട ജിജ്ഞാസ എങ്ങനെയാണ്? എന്താണ് ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ജിജ്ഞാസ? ഈ സത്യത്തിലേക്ക് എത്താൻ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ജിജ്ഞാസ എന്താണ് എന്നാൽ, ആദ്യം നമ്മളറിയാം ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വെറുതെ ചിന്തിക്കുക. നമ്മുടെ മുന്നിൽ വരുന്ന നമ്മുടെ മക്കളെ വളർത്താനും നമ്മുടെ പ്രാരബ്ധങ്ങൾ തീർക്കാനും നമ്മളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ശരീരം ആരോഗ്യത്തോടെ വെക്കാനൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു മനുഷ്യ ജീവിതം കിട്ടി നമ്മൾ ശ്രദ്ധിക്കണം, ഈ പ്രപഞ്ചം ആരാണ് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ? ഏത് ശക്തിയിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? വളരെ കൃത്യമായ സമയത്ത് തന്നെ മഴ പെയ്ച്ചുകൊണ്ട്, വേനൽ വന്നുകൊണ്ട്, പിന്നെ മഞ്ഞ് വീഴ്ത്തിച്ചുകൊണ്ട്, ഓരോ ചെടികളിലും കൃത്യസമയത്ത് പൂക്കൾ വിരിയിച്ചുകൊണ്ട്, കൈകനികൾ തന്നുകൊണ്ട്, അല്ലെ? എത്രയോ ഒരു സംവിധായകനായിട്ട് ഈ പ്രപഞ്ച ചാക്രികതയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട്, അല്ലെ, കാണാമറയത്തിരുന്നു കൊണ്ട് എല്ലാത്തിനെയും പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഈശ്വര ശക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലെ? ഈ പ്രപഞ്ചം വെറുതെ അങ്ങനെ നടക്കുന്നതല്ല. അത് ആ മനസ്സിലിരുന്ന് ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു നിയാമക ശക്തി ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് നമ്മുടെ ഭൗതിക ശരീരത്തിൽ നമുക്ക് വരുന്ന
ദുഃഖങ്ങളും അറിയുന്ന ആ ശക്തി. എൻ്റെ ദുഃഖം മാത്രം കേൾക്കാനും അറിയാനും ആളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, സർവ്വതിനെയും നിയന്താവായ ജഗദീശ്വരൻ ഉണ്ട് അതിന് എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ അടുത്ത നമുക്ക് ഉണ്ടാവേണ്ട ചിന്ത എന്താ? നമ്മുടെ ശരീരവും ഈ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എങ്ങനെ? അങ്ങനെ അങ്ങ് പ്രവർത്തിച്ചു പോക്കോളും, എന്തിനാ ഇതൊക്കെ ചിന്തിക്കണേ എന്നല്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അങ്ങ് പോവാം. പക്ഷേ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ കാരുണ്യത്തെ അറിയുന്നത്, ആ ഈശ്വര കൃപയെ നമ്മൾ അറിയുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ നമ്മളെ ആ ഒരു വഴിക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എങ്ങനെ? നമ്മുടെ ശരീരത്തിൽ തന്നെ കൃത്യസമയത്ത് ആ ഓരോ ശരീരത്തിലും മാറ്റങ്ങൾ വരും അല്ലേ? നമ്മുടെ ശരീരം ജീർണിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കണ്ടു തുടങ്ങും. പഴയതിനെ അങ്ങ് എടുക്കും, പുതിയതിനെ നവനവമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇങ്ങനെ ഈ പ്രപഞ്ച ചാക്രികതയില് ഇങ്ങനെ ഇതിനെ, ഈ ശരീരത്തെയും നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കാഴ്ച കാണിക്കുന്ന ചൈതന്യമായി ഇരുന്നു കൊണ്ട് ഒക്കെയാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മളത് ആലോചിക്കണം, നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എങ്ങനെ? എത്ര അത്ഭുതകരമാണ്. പിണ്ടനന്ദിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഗുരുവിൻ്റെ കൃതിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ആ ഒരു ബീജവും മണ്ഡവും ചേർന്ന് കഴിയുമ്പോൾ ആ ശരീരത്തിൽ ഉണ്ടാക്കുന്ന, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാക്കി വെക്കുന്ന മാറ്റം, ഹോർമോണുകളെ ബാധിപ്പിച്ചുകൊണ്ട് അല്ലേ, ഒരു കട്ടിയുള്ള സ്ഥലം കൊണ്ട് അതിനെ, ആ ഭ്രൂണത്തെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് ആരാണിതിനെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. നമുക്ക് കാരുണ്യവും അനുകമ്പയും കൊണ്ട് കരഞ്ഞു പോകും നമ്മൾ. ആ ജഗദീശ്വര കാരുണ്യത്തെ ഒന്ന് ഓർത്തു നോക്കും. ഒരു വെറുതെ നമ്മളെല്ലാം കണ്ട കൊന്നു കളയുന്ന ഒരു പുഴുവിനെ പോലും ഏതെങ്കിലും ഭിത്തിയിലോ അറ്റത്തോ അത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പുറവും ഒരു കവർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ ഈശ്വരൻ്റെ കാരുണ്യം എത്ര അല്ലേ? ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ എത്ര നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പം നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഈ പ്രപഞ്ചം എന്തിൻ്റെ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്? പിന്നെ നമ്മുടെ മനസ്സ് അനുനിമിഷം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചലിച്ച് ഒരു മരഞ്ചാടിയെ പോലെ നിയന്ത്രണമില്ലാതെ ചലിച്ചു പായുന്ന നമ്മുടെ മനസ്സ്, എത്രയേറെ നമ്മൾ അടക്കാൻ ശ്രമിക്കും തോറും പൂർവാധികം ശക്തിയോടെ അത് വീണ്ടും ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്ന മനസ്സ് അല്ലെ? ആ മനസ്സ് സങ്കല്പ വികല്പങ്ങളെ എടുക്കുന്നത് എങ്ങനെയാണ്? ആരാണ് ഈ മനസ്സിനെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് അല്ലെ? അത് എങ്ങനെയാണ് ഈ മനസ്സ് ചിന്തനകർത്താവായി മാറുന്നത്? നമ്മുടെ മനസ്സ് തന്നെ ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. നമ്മൾ എന്തിനു വേണ്ടാന്ന് വെക്കുന്നുവോ പൂർവാധികം ശക്തിയായി മനസ്സ് അതിലേക്ക് തന്നെ പോകുന്നു അല്ലെ? അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. എനിക്ക് അതായത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികളുടെ കൂടിക്കുഴച്ചിലായ ഈ പ്രപഞ്ചത്തെ ഈ പഞ്ചതന്മാത്രകളെ ഞാൻ അറിയുന്നത് എങ്ങനെ? നമ്മൾ ഈ ലോകത്ത് വ്യാപരിക്കുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും, അതാണ് 5 അറിവുകൾ മനുഷ്യന്റെ അല്ലെ? അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഈ ഗുണമായിട്ട് എന്നിലേക്ക് വന്നതെങ്ങനെ? ഞാൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ അറിയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം പഞ്ചഭൂതങ്ങളുണ്ട്, ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. ഇതിൽ ആകാശത്തെ നമ്മൾ ഒത്തിരി അത് പഠിച്ചിട്ടുണ്ട്. ആകാശത്തിന്റെ ഗുണമാണ് ഏത്? ആകാശം എന്ന പഞ്ചഭൂതം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ഗുണം കിട്ടുന്നത്? ശബ്ദം കിട്ടുന്നത് അല്ലെ? ശബ്ദം എന്ന ഗുണം നമ്മൾ അനുഭവിക്കുന്നത് ആകാശം എന്ന പഞ്ചഭൂതത്തിൻ്റെതാണെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കണം. ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മളിൽ, പഞ്ചതന്മാത്രകളാണ് നമ്മളിൽ ഗുണങ്ങളായിട്ട് ഈ ലോകത്ത് വ്യവഹരിക്കുന്ന അറിവുകളായിട്ട് വരുന്നത്. അതുപോലെ വായുവിന്റെ ഗുണം ഏതായിട്ട് വരുന്നു? സ്പർശമായിട്ട് വരുന്നു. ജലത്തിന്റെയോ? ജലം എന്ന പഞ്ചഭൂതത്തിന്റെ ഗുണമാണ് രസം അല്ലെ? പിന്നെ അഗ്നിയുടെയോ? രൂപമായിട്ട് വരുന്നു. ഭൂമിയുടെയോ? ഗന്ധമായിട്ട് വരുന്നു അല്ലെ? അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവർ ശ്രദ്ധിക്കുക. 5 പഞ്ചഭൂതങ്ങൾ നമുക്കുണ്ട്. അത് ആ പഞ്ചഭൂതങ്ങള് ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി. ഈ 5
ഇതിന്റെ ഗുണങ്ങളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്നത്. ഈ 5 തരത്തിലുള്ള അറിവുകളെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നിന്നുള്ളൂ. അതുകൊണ്ട് മനുഷ്യന് 5 അറിവ് ജീവി എന്ന് പറയും. പ്രപഞ്ചം എന്ന് പറയുന്നതും ഈ പ്രകർഷേണ പഞ്ചായതേ ഇതി പ്രപഞ്ചം. ഈ പഞ്ചഭൂതങ്ങൾ ഒന്നായി കൂടിക്കലർപ്പായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളെ അറിയുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ ചിന്തനകർത്താവായി പിടികിട്ടാതെ പായുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ശരീരവും ഇന്ദ്രിയവും പ്രവർത്തിക്കുന്നത്? ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ഇതിനൊക്കെ ചോദ്യം ഒന്നേ ഉള്ളൂ. ആത്മാവ് ജ്യോതിസ്വരൂപമായതുകൊണ്ട് എനിക്ക് ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത്. എൻ്റെ ഉള്ളിൽ ജഗദീശ്വരൻ കൊളുത്തിവെച്ച ആ പ്രകാശം ജ്യോതിസ്വരൂപമായതുകൊണ്ടാണ് എനിക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ആ പ്രാപഞ്ചികാനുഭവം ഉണ്ടാകുന്നത്. ഒറ്റ ഉത്തരേ ഉള്ളൂ. ആത്മാവ് തജ്ജ്യോതിഹി, ആ പ്രകാശത്താലാണ്. അല്ലാതെ ഈ ഭൗതിക സൂര്യന്റെയോ ചന്ദ്രന്റെയോ വിളക്കിന്റെയോ ഒന്നും പ്രകാശത്താലല്ല ഞാനിവിടെ കഴിയുന്നത്. എന്നിൽ ആ കൊളുത്തിവെച്ച വിലമതിയാത്ത വിളക്ക്, ആ വിളക്കാണ് എനിക്ക് ഐന്ദ്രികമായ അനുഭവം ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളായി ഞാൻ എടുക്കുന്ന പ്രാപഞ്ചിക അറിവുകൾ അവന്റെ വെളിച്ചാണ്. തേനേതം പ്രജ്വലിതം, അവന്റെ വെളിച്ചമാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമായിട്ട് വരുന്നത്. ആ ചൈതന്യമില്ലെങ്കിൽ എൻ്റെ കണ്ണ് രൂപത്തെ എടുക്കില്ല. ആ ചൈതന്യമില്ലെങ്കിൽ എൻ്റെ ത്വക്ക് സ്പർശത്തെ എടുക്കില്ല. ആ ചൈതന്യമില്ലെങ്കിൽ എൻ്റെ നാവ് രസത്തെ എടുക്കില്ല. ആ ചൈതന്യമില്ലെങ്കിൽ എൻ്റെ മൂക്ക് ഗന്ധത്തെ എടുക്കില്ല. അല്ല, അപ്പോ ആ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായിട്ട് എനിക്ക് വരുന്നത് അവന്റെ വെളിച്ചമാണെന്നൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കിക്കേ. ഇതൊക്കെ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിലേക്ക്, അഹങ്കാരിയായ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി അത് മാത്രമാണോ? ഞാൻ ഉണർന്നിരിക്കുമ്പോൾ എൻ്റെ ജാഗ്രത അവസ്ഥയിലും ആ വെളിച്ചമുണ്ട്. ഞാൻ സ്വപ്നത്തിലേക്ക് കടക്കുമ്പോൾ സ്വപ്നാവസ്ഥ എന്നതിലും ആ ചൈതന്യത്തിന്റെ പ്രകാശം എന്നിലുണ്ട്. ഇനി സുഷുപ്തി അവസ്ഥയിലും ആ ചൈതന്യത്തിന്റെ പ്രകാശം വെളിച്ചമായി എന്നിലിരിക്കുന്നു. ഏതവസ്ഥയിലും, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥയിലെല്ലാം വിടാതെ ആ വെളിച്ചമുണ്ട്. അവനെ കൊണ്ടാണ് ഈ അവസ്ഥകളിലെല്ലാം ഞാൻ പ്രോജ്വലിച്ച് നിൽക്കുന്നത്. എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, എൻ്റെ മനസ്സ് ചിന്തനകർത്താവാകുന്നത് എല്ലാം അവൻ്റെ വെളിച്ചം മാത്രമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ആത്മവിലാസം എന്ന കൃതിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തന്നെ വല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ തന്നെ പാഞ്ഞു പോണ പോലെ തോന്നും. നമ്മൾ ഇത്തിരി ധ്യാനാത്മകമായിട്ട് ഗുരുവിൻ്റെ വാക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ഗുരു ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു കൊണ്ട് ഈ ഭൂമിയിലേക്ക് എത്തിയ പരമ്പൊരുള്, ആ വാക്കുകൾക്ക് തന്നെ ഒരു അലൗകികതയുണ്ട്. ഏതോ ഒരു അലൗകിക സ്പർശം ആ വാക്കുകളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാതെ ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ പോകും. അത് വായിക്കുമ്പോൾ പലപ്പോഴും അത് വായിക്കുമ്പോൾ നമ്മൾ തന്നെ അത് ഉള്ളിലേക്ക് പ്രകാശിക്കാനാവാതെ, എന്നാൽ ഇത് പ്രകാശിക്കുന്ന വസ്തു എനിക്കങ്ങനെ അനുഭവപ്പെടാറുണ്ട്. നമ്മൾ വല്ലാതെ വിറയാർന്നു പോകും അത് വായിക്കുമ്പോൾ. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇനിയും നമ്മൾ എത്രയോ സഞ്ചരിക്കണം എന്ന് ഞാൻ ആലോചിച്ചു പോകും. ഭഗവാന്റെ ആ കൃതി ഒന്ന് വായിക്കണമെങ്കിൽ പോലും ആലോചിച്ചു നോക്കൂ. അപ്പൊ ഗുരു പറയാണ്, ഈ കാണപ്പെടുന്നതൊക്കെയും അനിർവചനീയമാകുന്നു. അനിർവചനീയം എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൊണ്ട് പറയാനാവാത്തതാണ് ഈ കാണപ്പെടുന്നതൊക്കെയെന്ന്. അപ്പോൾ പറയാണ്, നമ്മൾ ഈ കാണുന്നതൊക്കെയും നിഴലുകളാണ്, വെറും നിഴലുകളാണ്. ഇതിന്റെ ബിംബം എവിടെ ഇരിക്കുന്നു? ദൈവത്തിലിരിക്കുന്നു. നമ്മളൊക്കെ വെറും നിഴലുകളാണ്. ഈ നിഴലിനെയാണ് നമ്മൾ ശരിയാക്കാൻ നടക്കുന്നതും ഈ നിഴലിലാണ് നമ്മൾ എല്ലാം സ്വർഗം പണിതുയർത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ബിംബം ആ ദൈവത്തിലിരിക്കുന്നു. കാണുന്നതെല്ലാം നിഴലുകളാണ്. ഗുരു പറയാം, നാം കാലിനെ നടത്തുന്നു, പക്ഷെ നമ്മെ കാല് നടത്തുന്നില്ല, ദൈവം നടത്തുന്നു. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഒത്തിരി ഗുരുകൃതികളിലേക്കൊക്കെ നമ്മൾ ഈ സൂത്രം കൊണ്ടുപോവുകയാണ്. നമ്മൾ അതിലേക്കൊക്കെ ഇങ്ങനെ മനസ്സ് പോവുകയാണ്.
അപ്പൊ തജ്ജ്യോതിഹി തേനേദം പ്രജ്വലിതം എന്ന സൂത്രം നമ്മൾ ചിന്ത ചെയ്യുമ്പോൾ ഈ ലോകം പ്രകാശിക്കുന്നത് സൂര്യചന്ദ്രന്മാരുടെ ഈ നമ്മുടെയൊക്കെ ഈ സാധാരണ ഒരു മനുഷ്യന്റെ ചിന്തയാണ്. ഈ ലോകം പ്രകാശിക്കുന്നത് സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം മാത്രം കൊണ്ടാണ് എന്ന് കരുതി ജീവിക്കുന്നവരാണ് നമ്മളിൽ 99%. സൂര്യന്റെ വെളിച്ചമാണ്, ചന്ദ്രന്റെ വെളിച്ചമാണ് എനിക്കിവിടെ വെളിച്ചം തരുന്നത് എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ ആത്മനിഷ്ഠമായ വെളിച്ചമാണ് സർവ്വതിനും പ്രകാശമായിരിക്കുന്നത് എന്ന് നാം അറിയണം എന്നാണ് ഈ സൂത്രത്തിന്റെ കാതൽ. ആത്മനിഷ്ഠമായ വെളിച്ചമാണ് ലോകത്തെ സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മവെളിച്ചത്തെ പ്രോജ്വലിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് എഴുതിയെടുത്തും വായിച്ചും പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ കഴിയുമ്പോൾ ഇത് എഴുതിയെടുക്കേണ്ടതുമല്ല, പഠിക്കേണ്ടതുമല്ല, പഠിപ്പിക്കേണ്ടതുമല്ല. കാരണം എന്താ, നമ്മളിൽ ഇതിനെ അനുഭൂതികമായി നമ്മൾ അറിയേണ്ടതാണ്. നമ്മളിലെ ആത്മപ്രകാശത്തെ മറമാറ്റി തെളിയിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൈമറി തലത്തിൽ ഇതിൻ്റെ പഠനവും പാഠനവും വിചിന്തനവും ഒക്കെ വേണം. എന്നിട്ട് വേണം നമുക്ക് ധ്യാനാത്മക തലത്തിലേക്കും ഒക്കെ ഇതിനെ മനസ്സിലാക്കി വെക്കണം. കാരണം നല്ല ഉറക്കത്തിൽ നമുക്ക് ഈ ലോകം ഇല്ലല്ലോ, നല്ല ഡീപ്പ് സ്ലീപ്പിൽ ഈ ലോകം ഇല്ല. കാരണം മനസ്സില്ലാത്തത് തന്നെ. മനസ്സ് കാരണശരീരത്തിൽ ഒരു ഇരുണ്ട മറയായി ഇരുട്ടായി കാരണശരീരത്തിൽ ലയിക്കുന്നുണ്ട് നമ്മുടെ നല്ല സുഷുപ്തി അവസ്ഥയിൽ, ഉറക്കത്തിൽ. ലോകമില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ആ മനസ്സ് ആ വാസനാമയമായ അജ്ഞാനം ഒരു ഇരുട്ടാക്കിക്കൊണ്ട് കാരണശരീരത്തിലേക്ക് അത് ലയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒന്നും അറിയാനാവുന്നില്ല. അപ്പോൾ ഞാനാകുന്ന ജ്യോതിസ് അവിടെ ഉണ്ട്. ആ ജ്യോതിസാണ് സുഷുപ്തിയിലും പ്രകാശമായിരിക്കുന്നത്. അപ്പൊ മനസ്സല്ല നമ്മളെ പ്രകാശിപ്പിക്കുന്നത്, അല്ലെ? മനസ്സിനും അപ്പുറം ഇരുന്നു കൊണ്ട് ആ ജ്യോതിസ് നമ്മളെ ഏത് മനസ്സില്ലാത്ത അവസ്ഥയിലും അത് പ്രോജ്വലിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നൊരു അനുഭവം നമ്മളിൽ എത്ര ആനന്ദം ഉണ്ടാക്കും, അല്ലെ? നമ്മളിൽ ഏതവസ്ഥയിലും വിട്ടുമാറാതെ ആ ജഗദീശ്വരൻ കൊളുത്തിവെച്ച വിളക്കുണ്ട്. അത് വിലമതിയാത്ത വിളക്കാണ്, ഇതിനെ കണ്ടുപോയിടണം എന്നൊക്കെ ഗുരു നമ്മെ ഉപദേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല. നമ്മൾ വായിച്ചു പഠിക്കും ഇത്. പക്ഷെ ഇതിൻ്റെ മനസ്സിലും കഴിഞ്ഞാവണേ ഭഗവാനെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അറിയേണ്ടത് വീണ്ടും വീണ്ടും ഓർക്കണം, പ്രപഞ്ചത്തിലെ വെളിച്ചമല്ല എനിക്ക് വെളിച്ചം കാണിക്കുന്നത്, ഞാനാണ് ഈ പ്രപഞ്ചത്തിന് വെളിച്ചം. നമ്മൾ പറഞ്ഞില്ലേ പരമകം ജ്യോതി എന്ന് പറഞ്ഞില്ലേ, ഞാനാണ് പ്രകാശത്തിലും വലിയ പ്രകാശമെന്ന്. അതൊക്കെ മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റൂ. ഞാനുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ ബോധം, പരമബോധം, അല്ലെ? ആ ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്. ബോധമില്ലെങ്കിൽ പ്രപഞ്ചമോ ബന്ധുക്കളോ നമ്മൾ കരുതി വെച്ച മിത്രങ്ങളോ ആരുമില്ല. അറിയാൻ ബോധമുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. അപ്പോൾ ഞാനാണ് ഈ പ്രപഞ്ചത്തിന് വെളിച്ചം. ഞാനുണ്ടോ പ്രപഞ്ചമുണ്ട്, ഞാനില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതാണ് അറിയേണ്ടത്. എല്ലാ അറിവുകളും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാ അറിവും ഉണ്ടാകുന്നത് എന്നിൽ നിന്നാണ്. എല്ലാ വെളിച്ചവും ഉണ്ടാകുന്നത് എന്നിൽ നിന്നാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. വല്ലാത്തൊരു അനുഭവമാണിത് കേട്ടോ. നമ്മൾ ഈ പുറത്തെ വസ്തുക്കളെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ പുറത്തുള്ള വസ്തു പുറത്തല്ല, അകത്താണ് അതെല്ലാം പ്രതീതമായത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മനസ്സിലാകാത്തൊരു വിഷമിക്കേണ്ട കേട്ടോ. അടുത്ത സൂത്രം പറയുമ്പോൾ, ചിലപ്പോൾ അടുത്ത വാചകം പറയുമ്പോൾ അതിന് മനസ്സിലാവും. കാരണം അറിവ് എന്ന ശ്ലോകം ഒന്ന് എടുത്തു വെക്കുക കയ്യിലുണ്ടെങ്കിൽ. അതിൻ്റെ രണ്ടാമത്തെ ശ്ലോകം എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും അത്. അതായത് ഞാനാണ് ഈ പ്രപഞ്ചത്തിന് വെളിച്ചമെന്ന് പറഞ്ഞു, അല്ലേ? എല്ലാ അറിവും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഞാനുണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ട്, ഞാനില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അപ്പൊ എല്ലാ വെളിച്ചവും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സൂര്യനെയും ചന്ദ്രനെയും കാണുന്നത്, പിന്നെ കണ്ണടച്ചാൽ ബുദ്ധി കാണുന്നു, ബുദ്ധിയെ കാണുന്നത് ഞാൻ ആണെന്ന് പറഞ്ഞല്ലോ. ആ ഞാൻ പ്രകാശങ്ങളിൽ പ്രകാശമായ പരമപ്രകാശമാണെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോൾ അറിവ്, ഗുരുവിന്റെ അറിവ് എന്ന കൃതിയൊക്കെ ഇവിടെ നമ്മൾ വിചാരം ചെയ്തതാണ്. തുളസിയര സാറൊക്കെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞതാണ്. സാർ ഒത്തിരി ക്ലാസ്സുകളിൽ ഈ വേദാന്ത കൃതി, ദാർശനിക കൃതികൾ വിചാരം ചെയ്യാൻ
എന്നോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്, പോരുന്നുണ്ട്. സുന്ദരേശൻ സാറൊക്കെ. പിന്നെ ആരൊക്കെ ഈ അറിവ് വിചാരം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഗ്രൂപ്പിൽ അറിവ്. പഠിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളതൊക്കെ വായിച്ചു ചിന്ത ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അറിവില്ലെന്ന്. അത് സുന്ദരേശൻ തുളസി സാറിന്റെ കയ്യിൽ അറിവുണ്ടോ? കയ്യില് രണ്ടാമത്തെ ഇപ്പൊ അറിയാൻ ശ്രമിക്കാം. രണ്ടാമത്തേതിന്റെ ശ്ലോകം ഒന്ന് ചൊല്ലിയാ മതി. അറിവില്ലെന്നാലില്ലേ അറിയപ്പെടുമെന്നതുണ്ടിരുന്നാലും അറിവൊന്നില്ലെന്നാലീ അറിവിന്നതില്ലറിഞ്ഞീടാ. ഓക്കെ. അറിവില്ലെന്നാൽ ഇല്ലി അറിയപ്പെടുമെന്നതുണ്ടിരുന്നാലും, അറിവില്ല എന്നാൽ ഇല്ല ഈ അറിയപ്പെടുമെന്നത് ഉണ്ട് എന്നാലും, ഉണ്ട് ഇത് എന്നാലും, ഉണ്ടിതെന്നാൽ. അറിവില്ലെന്നാൽ ഇല്ല ഈ അറിയപ്പെടുമെന്നത് ഉണ്ട് ഇതെന്നാലും. അറിവൊന്നില്ലെന്നാൽ ഈ അറിവ് ഏതറിവിന് അതില്ലറിഞ്ഞിടം. ഗുരുവിന്റെ കവന ചാതുര്യം ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ ഭഗവാനെ. ആ സ്വത്വത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതൊക്കെ. നമ്മൾ അതിന്റെ അത്ഭുതത്തോടു കൂടിയേ നമുക്കിതെല്ലാം കാണാൻ പറ്റുള്ളൂ. എൻ്റെ ഗുരു പറയാണ് അറിവില്ലെന്നാലില്ല. അറിവ് എന്ന് പറഞ്ഞ ബോധം. ഗുരു ആത്മാവിന് പകരം ദൈവത്തിന് പകരം ഉപയോഗിച്ച്, പരബ്രഹ്മത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അറിവാണ് ഈശ്വരൻ. ഗുരുവിന്റെ എപ്പിസ്റ്റമോളജിയാണത്. അറിവിന്റെ പ്രാമാണിക തത്വമായി ഗുരു ദൈവത്തിന്റെ പ്രാമാണികമായ പറയാൻ ഉപയോഗിക്കുന്ന പദമാണ് ഗുരു. അറിവ്, ഈശ്വരൻ അറിവാണ്, ബോധമാണ്. അപ്പൊ പറയാണ് അറിവില്ലെന്നാലില്ല. ബോധമില്ല എന്ന് വെച്ചാൽ, അറിവില്ലെന്നാൽ എന്ന് പറഞ്ഞ ബോധമില്ലെന്നാൽ ഈ അറിയപ്പെടുമെന്നതില്ല. അറിയപ്പെടുന്നത് പ്രപഞ്ചം, അറിവ് അറിയപ്പെടുന്നത്, അറിവ് ബോധമാണ്, അറിയപ്പെടുന്നത് പ്രപഞ്ചമാണ്. അപ്പോൾ ഗുരു പറയുക അറിവില്ലെന്നാൽ, ബോധമില്ലെന്നാൽ ഈ അറിയപ്പെടുന്നത് ഈ പ്രപഞ്ചമില്ല. അത് തന്നെയല്ലേ നമ്മളിപ്പോഴും പറഞ്ഞത് അല്ലേ? ഇതിന്റെ കൃതിയുടെ ബേസിലാണ് സംസാരിച്ചത് ഞാനും. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും, ബോധമില്ലെങ്കിൽ ഈ അറിയപ്പെടുന്നതില്ല. ഇനി ഈ അറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും, ഇനി ആരെങ്കിലും കരുതുകയാണ് ഇവിടെ ഒരു ബോധമൊന്നുമില്ല, ഞാൻ കാണുന്നത് ഈ പ്രപഞ്ചമാണ്. ഞാൻ ഒരു 10-50 വർഷമായി, എന്നെ സംബന്ധിച്ച് പറയാണ്, ഒരു 56-ലധികം വർഷമായി ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നത്. അപ്പൊ ഇതല്ലേ സത്യം, ഇതിനപ്പുറം ഒരു ബോധം എന്നൊക്കെ പറഞ്ഞ് എനിക്കിതൊന്നും കണ്ടിട്ടില്ല, എനിക്കിത് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഞാൻ കാണുന്ന ഈ അറിയപ്പെടുന്ന പ്രപഞ്ചം മാത്രമേ ഉള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ, അത് പറയാ അറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും, ഗുരു ചോദിക്കുക അറിവൊന്നില്ലെന്നാൽ ഈ അറിവ് ഏതറിവിന് അതില്ലറിഞ്ഞിടാം. ഈ പ്രപഞ്ചം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞില്ലേ, അതൊരു അറിവല്ലേ? അതിനെ അറിഞ്ഞത് ഏതറിവില അറിഞ്ഞതെന്ന് ഉത്തരം പറയാനാവില്ല. പ്രപഞ്ചം മാത്രമേ ഉള്ളൂ എങ്കിൽ ഉള്ളൂ എന്ന് ഏതറിവിലാണ് അറിഞ്ഞത്? ബോധത്തിൽ നിന്നും ഭിന്നമായ വേറെ ഏതറിവിലാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്നറിഞ്ഞത്? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അറിഞ്ഞിടാം. ബോധത്തിൽ നിന്ന് ഭിന്നമായി ഒരറിവുമില്ല. അറിവില്ലെങ്കിൽ ഈ അറിയപ്പെടുന്ന പ്രപഞ്ചവും ഇല്ല, അറിവുണ്ടെങ്കിൽ അറിയപ്പെടുന്ന പ്രപഞ്ചമുണ്ട്. ഇത് വല്ലാത്ത ഒരു എന്താ പറയാ തത്വമാണ്, വേദാന്ത തത്വമാണത്. കുറച്ച് ദാർശനികമായ തലത്തിലേക്ക് കടന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം ചെന്ന് എത്തുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും ആ പ്രകാശമാണ്, ആ പ്രകാശത്തിൽ പ്രോജ്വലിക്കേണ്ടവരാണ്. അല്ലാതെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് നമ്മൾ ആണ്ടു പോകേണ്ടവരല്ല, ദുഃഖക്കടലിൽ പതിച്ചു പോകേണ്ടവരല്ല. 10,000 സൂര്യപ്രഭയാർന്ന് പ്രോജ്വലിപ്പിക്കാവുന്ന പ്രകാശം ഓരോ മനുഷ്യനിലും ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. ാണ് ഈ സൂത്രത്തെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗുരുവിന്റെ ഈ ഒരു തേനേതം പ്രജ്വലിതം എന്ന ഭാഗം നമ്മൾ വിചാരം ചെയ്യുമ്പോൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം പറയും ഈ മഹാഋഷീശ്വരന്മാർക്ക് അവർക്ക് ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലും ഈ പ്രകാശം വന്ന് നിറയുന്ന പറയും. ഭഗവത്ഗീതയൊക്കെ ഇത് പറയുന്നതാണ്.
ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും പ്രകാശം കൊണ്ട് നിറയും. ഈ ആനുഭൂതികമായി ഈ അറിവിനെ അനുഭവിക്കുമ്പോൾ എന്നിട്ട് ഇന്ദ്രിയങ്ങള് ആത്മദർശന സമർത്ഥമായിട്ട് ഭവിക്കും എന്ന് പറയാം. അങ്ങനെ ആ ഓരോ രോമകൂപങ്ങളിലും പ്രകാശം വന്ന് നിറയുന്ന അനുഭവത്തെ അനുഭവിച്ചുകൊണ്ടാണ് ഗുരു ചിജ്ജട ചിന്തനത്തിലൊക്കെ പാടിയത്. 1,000,000 ദീപ അതാർക്കെങ്കിലും പാടാൻ പറ്റുമോ? 1,000,000 ദിവാകരരൊത്തുയരും പടി പാരുടു നീരനലാദികളും കെടും. പെടുമാറു പിളർന്നു വരുന്നൊരു അപ്പൊ ഈ അനുഭവം ഒരു വെറും കാവ്യാത്മകമായി ചമച്ചതല്ല ഗുരുവിന്റെ കൃതി. അതാ പറഞ്ഞത് 1,000,000 ദിവാകരരൊത്തുയരും പടി അല്ലെ. അവിടെ ഈ പ്രപഞ്ചം, ആ പ്രാപഞ്ചിക വസ്തുക്കൾ ലയിച്ച് ഒന്നായി മാറുന്ന അനുഭവമാണ്. അല്ലെ, എന്തൊക്കെ കിടന്ന പാരോട് നീരനലാദികളും പഞ്ചഭൂതങ്ങളും. പാരം എന്ന് പറഞ്ഞ ഭൂമി അല്ലെ, നീര് ജലം, അനലം എന്ന് പറഞ്ഞ അഗ്നി. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഇല്ലാതെയായി മാറുന്നു. അതിലേക്ക് അലിഞ്ഞ് ഇല്ലാണ്ടായി മാറുന്ന അനുഭവമാണ്. നിന്റെ വടിവ്, നീയാവുന്ന പ്രകാശം മാത്രം ഇരുന്നിങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ വിളക്കലിന്റെ ആ തെളിച്ചയിൽ ആ പ്രകാശാത്മകതയാണ് ഈ വാക്കുകളായി ഇങ്ങനെ വന്നതുകൊണ്ടാണ്, ആ ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്കിതൊക്കെ വിചാരം ചെയ്യാൻ പറ്റണത്. കനിവോടുകൂടി അവിടെ നിന്ന് ഇതെല്ലാം ശിഷ്യഗണങ്ങളിലൂടെ നമ്മൾക്കൊക്കെ എത്തി. നമ്മൾ ഏറ്റവും ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ ഓർത്തു വെക്കേണ്ടത് ഗുരുവിന്റെ ശിഷ്യഗണങ്ങളെയും കൂടിയാണ്. കിട്ടാവുന്നതെല്ലാം ശേഖരിച്ച് കളയാതെ സ്വരുക്കൂട്ടി ചേർത്ത് വെച്ച് ഈ പതിത ജനകോടികളുടെ മുന്നിലേക്ക് ഒരു ആധ്യാത്മികതയുടെ ഒരു വെളിച്ചവും ഇല്ലാത്ത, അതുകൊണ്ടാണ് അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചത്, ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതിന് എത്ര കരുണയാർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവും ഗുരുവിന്റെ ശിഷ്യഗണങ്ങളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ അല്ലെ. അപ്പൊ നമ്മൾ ഈ കൃതികൾ പഠിക്കുമ്പോൾ ഇത് നമുക്ക് കരുണയോടെ തന്ന എല്ലാ ശിഷ്യഗണങ്ങളെയും നമ്മളിവിടെ ഗുരുനാമധേയത്തിൽ തന്നെ അരുമയോടെ ഓർക്കുകയാണ്. ഗുരുവിന്റെ കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. അതാണ് നമ്മൾ അറിയേണ്ടത്. ബോധത്തിൽ നിന്നാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. ഉള്ളത് ബോധം മാത്രമാണ് എന്ന ഒരു വലിയ അറിവിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കൃതി പറയുമ്പോൾ അതിന് ഉദാഹരണമായി നമ്മൾ എടുക്കുന്ന ശ്ലോകങ്ങൾ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ചോദിച്ചാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഗുരുകൃതികളിലൂടെയൊക്കെ കുറേയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവരാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർക്കാണ് ഇത് പറയുമ്പോൾ കുറേയൊക്കെ നമുക്ക് സുഗ്രാഹ്യമാകുന്നതും എളുപ്പമാകുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് അറിയാം, അജ്ഞാനം കൊണ്ട് അജ്ഞാനേനാവൃതം ലോകം തേന മുഹ്യന്തി ജന്തവഹ എന്ന് പറയും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം മാറാത്തത്? എന്നിട്ടും എന്താണ് ഗുരുവിനെ അറിയുന്നവരുടെ ഇടയിൽ പോലും കലഹങ്ങൾ വരുന്നത്? എന്തിനാണ് ഗുരുവിനെ ചൊല്ലി പല പല തർക്കങ്ങൾ വരുന്നത്? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അറിയേണ്ടത് ഇതാണ്. എൻ്റെ ഗുരു, നിന്റെ ഗുരു എന്ന തർക്കങ്ങൾ നമ്മൾ നിൽക്കുന്നുണ്ട് അല്ലെ. ഗുരുവിന്റെ കൃതികളെ അതിന്റെ ആന്തരിക തലത്തിലേക്ക് എത്താതെ ബാഹ്യതലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്നവരെയും നമുക്ക് കാണാം. ഗുരുവിന്റെ ജീവചരിത്രത്തെയും ഗുരുവിന്റെ എന്താ പറയാ ആത്മീയമായ സിദ്ധികളെ പറഞ്ഞിട്ട് അതാണ് ഗുരു എന്ന് പറയുന്നവരെ നമുക്ക് കേൾക്കാം. പക്ഷെ ഇതൊന്നുമല്ല ഗുരു അല്ലേ. ഇതൊന്നുമല്ല ഗുരു. ആ ഗുരുവിനെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഗുരു അനുഭവിച്ച പോലെ അനുഭവശാലികളായി മാറണം. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അജ്ഞാനേന ആവൃതം ലോകം, അജ്ഞാനമാകുന്ന ഇരുട്ടുകൊണ്ട് മൂടിയിരിക്കുന്ന ലോകം. അതുകൊണ്ടാണ് ഈ വെളിച്ചം ഉള്ളിൽ ഇരുന്നിട്ടും ദുഃഖിച്ച് കഴിയുന്നത്. തേന മുഹ്യന്തി ജന്തവഹ, ഈ ജീവികൾ ഇങ്ങനെ ദുഃഖിക്കുന്നത്. എത്ര ദുഃഖമാണ് ഭൗതിക ജീവിതത്തിൽ.
ഈ ദുഃഖം നമുക്കുണ്ടാവുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശത്തെ ജന്മാന്തരങ്ങളായി ഈ സത്യത്തെ അറിയാതെ വന്നുപോയത് കൊണ്ട് നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്ന കർമ്മവാസനകളുടെ ഒരു കെട്ടുകൾ അവിടെ ഉണ്ട്. ആ കെട്ടുകള് ദുഃഖമായി നമ്മളിലേക്ക് വരുന്നതുകൊണ്ട് ആ പ്രകാശത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഈ കെട്ടുകളറ്റെ മുക്തി വരൂ ദൃഢം അല്ലെ. മരിച്ചു കിടക്കുമ്പോഴൊക്കെ എല്ലാവരോടും പാടണ, മരിച്ചു കിടക്കുന്നവൻ കേൾക്കാനല്ല പാടുന്നത്, ഇരിക്കുന്നവർ കേൾക്കാനാണ്. കെട്ടുകളായി കൊണ്ടുവന്നു, പ്രാരബ്ധം ശരീരത്തിൽ പ്രാരബ്ധം ആരംഭിച്ചു കഴിഞ്ഞു. എന്ത് കർമ്മമാണോ കൊണ്ടുവന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരം ചലിക്കും, പ്രകൃതിയായിട്ട് വന്നതനുസരിച്ച് അല്ലെ. പക്ഷെ അപ്പോഴും ഈ ജീവിതയാത്രയിലെ അറിയേണ്ടതിനെ അറിഞ്ഞു തുടങ്ങിയാൽ ഈ കർമ്മങ്ങൾ പതുക്കെ പതുക്കെ പിന്മടങ്ങും, വാസന പതുക്കെ പതുക്കെ അടങ്ങും. അതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സത്സംഗത്തിലിരിക്കുകയും വിസ്മൃതമായതിനെ സ്മൃതമാക്കാൻ ശ്രമിക്കുകയും വഴിമറന്ന യാത്രക്കാര് തിരിഞ്ഞു നടന്ന വഴിയെ ഓർമ്മിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ഈ മനുഷ്യജന്മത്തിലെ സൗഭാഗ്യം കിട്ടിയതുകൊണ്ടാണ്, സുഹൃതം കിട്ടിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ദുഃഖത്തിന്റെ പുറകെ പാഞ്ഞലഞ്ഞ് നമുക്ക് ഈ ലോകത്തുനിന്ന് വിലപിച്ചു പോകേണ്ടി വരും. എന്തായാലും ഇവിടെ വരെയൊക്കെ എത്തിയേക്കുന്നവർക്ക് ഒരിക്കലും വിലപിച്ചു പോകാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചു, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ജീവിത ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും ഭൗതിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നത്. ഞാൻ വളരെ സംതൃപ്തയാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? തൃപ്തിയാണ്. അറ്റ് പ്രസന്റ് ലൈഫിലെ നാളെ ഞാൻ ഹാപ്പിയാകും അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഹാപ്പി ആയിരുന്നു എന്നല്ല, ഈ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വർത്തമാന കാലത്തിൽ ഇപ്പം ഈ മൂമെന്റ് അതേ നമ്മുടെ മുമ്പിലുള്ളൂ. തൊട്ടടുത്ത മൂമെന്റ് നമ്മുടെ മുന്നിലില്ല, നമുക്ക് പറയാനാവില്ലത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണെന്ന് ആർക്ക് പറയാൻ സാധിക്കുന്നുവോ അവൻ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാനാണ്, അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. ആണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇന്ന് എനിക്ക് സംസാരിച്ചപ്പോൾ ഈ ഗുരുവിന്റെ കൃതിയൊക്കെ പഠിക്കുന്നതിൻ്റെതായ ഒരു വെളിച്ചമാണ് ഞാൻ അവിടെ കണ്ടത്. ഒത്തിരിയുണ്ട്, ശാരീരികമായ അസുഖങ്ങൾ ഒത്തിരിയുണ്ട്, കൂടെയുള്ളവർക്ക് അസുഖമുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഐ എം ഹാപ്പി അല്ലേ. വളരെ സന്തോഷമാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്നാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്കും ആ ഒരു അവസ്ഥയിലും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മെ പഠിക്കുക എന്നർത്ഥം. അത് ഗുരുവിന് വേണ്ടിയിട്ട് പഠിക്കുന്നതെന്നല്ല, നമ്മൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വെളിവാകാൻ വേണ്ടി, ആ വെളിവ് തെളിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പറയാണ് തേനേദം പ്രജ്വലിതം. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് തേന എന്ന് പറഞ്ഞ ആ ജ്യോതിസ് എന്ന് പറയും. അപ്പൊ അത് കാരണസത്തയാണ് കേട്ടോ. തേന എന്ന് പറഞ്ഞ ആ ജ്യോതിസാണ്, ആ പ്രകാശാത്മകതയാണ്, ആ പ്രകാശാത്മകമായ ബ്രഹ്മസ്വരൂപമാണ്. അത് കാരണവസ്തുവും അല്ലെ. ഇതം എന്ന് പറഞ്ഞാൽ കാര്യവുമാണ്, പ്രപഞ്ചം കാര്യവുമാണ്, കാരണവും കാര്യവും. ഇതൊക്കെ നിങ്ങൾക്കൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണത്തിൽ നിന്നേ കാര്യമുണ്ടാവുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് കാര്യമാണെങ്കിൽ, കാര്യജാലങ്ങളാണെങ്കിൽ അതിനൊരു പരമകാരണം ഉണ്ടായേ മതിയാവും. അതുമാത്രമാണ് സത്യം. കാര്യം, ആ കാര്യരൂപമായ ഈ പ്രപഞ്ചം ആ കാരണരൂപമായ ജ്യോതിസിനെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്നതാണ്. വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുമ്പോൾ അല്ലെ, വിത്ത് മുളച്ചൊരു വൃക്ഷമാകുമ്പോൾ വിത്ത് കാരണവും വൃക്ഷം കാര്യവുമാണ്. അപ്പോൾ ഈ വൃക്ഷം മാത്രമാണ് സത്യം, വിത്തില്ല നമുക്ക് പറഞ്ഞാൽ എത്ര മണ്ടത്തരാ. ഈ വൃക്ഷം ആ വിത്തിനെ ആശ്രയിച്ച് മാത്രം ഉണ്ടായ ഒന്നാണ്. ആ വിത്താണ് വൃക്ഷമായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചജാലങ്ങളെല്ലാം തന്നെ ആ പരമാത്മ സ്വരൂപത്തിന്റെ ആവിഷ്കാരങ്ങൾ തന്നെയാണ്. ഈ പ്രകടനങ്ങളിലെ ജഡത്വം നശിച്ചു പോകുന്നതും അതിലെ ചൈതന്യം നശിക്കാത്തതുമാണ്. ഇനി അങ്ങോട്ടുള്ള 2-3 സൂത്രങ്ങളിലായിട്ട് ഗുരു നമ്മെ കൊണ്ടുപോകാത്ത വഴികളില്ല. നമ്മൾ ഗുരുവിന്റെ കൃതികളിലൂടെ മൊത്തം കയറി ഇറങ്ങേണ്ടി വരും.
ഇനിയുള്ള സൂത്രങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് സത്വം അസത്വം ഇട്ട് ഗുരു അമ്മാനമാടുന്നുണ്ട് സൂത്രങ്ങളിലൂടെ. അപ്പോൾ അതിൻ്റെ കരയ്ക്കൊരു കുഞ്ഞു കുട്ടിയെ പോലെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനെ, ഇതെന്തൊരു അത്ഭുതമാണ് ഇതൊന്നും. അല്ലാതെ എന്താ പറയുക. അപ്പോൾ നമ്മളത് അറിയേണ്ടത് തേനേതം പ്രജ്വലിതം എന്ന് പറഞ്ഞ തേന എന്ന് പറഞ്ഞ തേന ജ്യോതിഷ ബ്രഹ്മത്താൽ, അത് കാരണമാണ്. ഇതം എന്ന് പറഞ്ഞ പ്രപഞ്ചമാണ്, അത് കാര്യമാണ്. അതായത് ചെറിയ ശബ്ദം കൊണ്ട് ഗുരു വലിയ ആശയത്തെ നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. പിന്നെ പറയുമ്പോൾ ആ കാരണം നമ്മൾ പറഞ്ഞില്ലേ, കാരണം കാര്യം. പ്രപഞ്ചം കാരണമാണെങ്കിൽ പിന്നെ ബ്രഹ്മം കാരണമാണെങ്കിൽ പ്രപഞ്ചം കാര്യമാണ്. അപ്പോൾ കാരണസത്തയിലെ പ്രതീതമാകുന്ന പ്രതീതികൾ മാത്രമാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണസത്തയിലെ പ്രതീതമാകുന്ന പ്രതീതികൾ മാത്രമാണ് പ്രപഞ്ച ദൃശ്യങ്ങളെങ്കിൽ നമ്മളും പ്രതീതി മാത്രമാണ്. വെറുതെ ഒന്ന് പുറകിലോട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു കുഞ്ഞു കുട്ടിയായിട്ട് ജനിച്ചു വീണ നാം അതൊക്കെ വെറും പ്രതീതിയായിരുന്നില്ലേ? ഇപ്പത് ഇരിക്കുന്ന ഈ രൂപത്തില് കുറച്ച് കഴിയുമ്പോൾ ഈ രൂപവും മാറും അല്ലേ? അപ്പോ എല്ലാം ഒരു പ്രതീതികൾ മാത്രമാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ. കാരണസത്ത മാത്രമാണ് സത്യം. അപ്പോൾ ഈ കാണപ്പെടുന്ന സർവ പ്രതീതികൾക്കും ഒരു അധിഷ്ഠാനമായ സത്ത ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ സത്ത ജ്യോതി സ്വരൂപമാണ്. ആ സത്തയിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അപ്പോൾ വെറും നിഴലുകളോട് യുദ്ധം ചെയ്യുന്നവരാണ് നമ്മൾ അല്ലേ? ഈ നിഴലുകളെ ശരിയാക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അതല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ പ്രപഞ്ച ദൃശ്യങ്ങളിൽ എടുത്തു നോക്കിയാല് ശക്തി സ്പന്ദന രൂപത്തിൽ ആ കാരണസത്ത ഇരിപ്പുണ്ട്. നമുക്കങ്ങനെ കാരണവും കാര്യവും പറഞ്ഞില്ലേ? ഒരു പ്രപഞ്ച വസ്തു എടുത്ത് നോക്കിക്കോ. ആ വസ്തു എടുത്ത് നോക്കുമ്പോൾ ആ വസ്തു എങ്ങനെയൊക്കെ വിശ്ലേഷിപ്പിച്ച് നോക്കിയാൽ അതിൽ അവസാനം ഒരു കണത്തെ കിട്ടും. ആ കണം പഞ്ചഭൂത തന്മാത്രകളുടെ കണമാണ്, മൗലിക കണമാണ്. ആ കണം ജഗദീശ്വര സത്തയിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും ഉണ്ടായതല്ല. വേറെ എവിടെന്നെങ്കിലും ഉണ്ടായതാണെന്ന് ശാസ്ത്രലോകത്തിനും കണ്ടെത്താൻ ആയിട്ടില്ലല്ലോ. കാരണം അവര് പരിശോധിച്ചിരിക്കുന്ന പ്രാപഞ്ചിക വസ്തുക്കളെ, ഈ പ്രതീതിയെയാണ് അവർ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോ പ്രതീതി ചേർത്ത് ആ ദൈവഗണത്തെ കിട്ടി ശാസ്ത്രജ്ഞന്മാർക്ക്. പക്ഷെ ഈ ദൈവഗണത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ലല്ലോ. ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് മായയാണ്, പ്രതീതിയാണ് എന്ന് വേദാന്ത ശാസ്ത്രം ഉത്തരം പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കണ്ട, ഇതിനെ ഇല്ലാതാക്കാനുള്ള വഴികളാണ് വേദാന്ത ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു കടലിൽ നിന്ന് എത്രയോ തിരകൾ അനുസ്യൂതം എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ തിര സത്യമാണെന്ന് ആ തിര ധരിച്ചു പോയാൽ എന്താ അവസ്ഥ? അത് അല്പസമയത്തേക്കുണ്ടായ പ്രതീതി മാത്രമാണ്. പക്ഷെ ആ ഓരോ തിരയിലും ഇരിക്കുന്നത്, ആ പ്രതീതിയിലും ഇരിക്കുന്നത് ജലം മാത്രമാണ്. പ്രതീതി ഒരിക്കലും സത്യമാകുന്നില്ല. അതാണ്. അപ്പോൾ തിരകള് കടലിൽ ഉണ്ടായത് പ്രതീതിയാണ്. അതുപോലെ ആ കാരണസത്തയിൽ നിന്ന് ഉണ്ടായ ഈ പ്രപഞ്ചവും ഒരു പ്രതീതി മാത്രമാണ്. കാരണസത്ത മാത്രമാണ് സത്യം. ആ സത്യം പ്രകാശാത്മകമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, ഇതെന്താ വേദാന്തം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ജീവിതത്തിന്, ഈ കഴിഞ്ഞുപോയ ജീവിതങ്ങളെയൊക്കെ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു മനുഷ്യായുസ് മുഴുവൻ ഓടി നടന്ന് ബഹളം വെച്ച് ഉണ്ടാക്കിയത് അനുഭവിക്കുകയില്ല, കഴിക്കുകയില്ല, ഉടുക്കുകയില്ല അല്ലെ? ഒന്നും ചെയ്യാതെ കൂട്ടി ജീവിച്ച് മക്കളെ ചോദിച്ചാലും കൊടുക്കില്ല അല്ലെ? ഇത് ഈ ലോകാവസാനം വരെ അവർ ജീവിക്കുന്നതായിരിക്കും അവരുടെ മനസ്സിൽ സങ്കല്പം. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം വെറും ഈ പ്രതീതിയിൽ ഇങ്ങനെ ഇത്രയും നമ്മൾ ആസക്തരാകുമ്പോൾ ആ വെളിച്ചത്തെ കാണാത്തോണ്ടാണ്, ഇരുട്ടിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പ്രതീതിയാണെന്ന് കരുതി ഭാര്യയെ നോക്കണ്ടെന്നോ മക്കളെ നോക്കണ്ടെന്നോ ഭൗതിക സമ്പത്ത് കീപ്പ് ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ ശരീരം എന്താണ്, എൻ്റെ ഭാര്യ എന്താണ്, എൻ്റെ മക്കൾ എന്താണ്, എൻ്റെ സ്വത്ത് എന്താണ്, ഈ പ്രപഞ്ചം എന്താണ്, ഇതിൻ്റെയൊക്കെ സത്യം അറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ ഭയം ഉണ്ടാവില്ല. ശാന്തവും
സ്വസ്ഥവുമായി നമുക്കിവിടെ ജീവിക്കാം. അല്ലെങ്കിലാണ് ബഹളവും സങ്കടവും പ്രശ്നവും ദുഃഖവും ഒക്കെ ആയിട്ട് വീണുപോകും. എത്ര പഠിക്കുന്നവരാണെങ്കിൽ പോലും ഈ തത്വം അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ ദുഃഖത്തെ താങ്ങാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആരാ ഭക്തൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവൻ ഭയങ്കര ഭക്തനാട്ടോ എന്ന് പറയുന്നത് എന്താ? അമ്പലത്തിൽ ചന്ദനക്കുറി തൊട്ടിട്ടുണ്ടാവും, രുദ്രാക്ഷ മാല ഇട്ടിട്ടുണ്ടാവും, ഭക്തന്റെ വേഷവിധാനമൊക്കെ ഉണ്ടാവും, അമ്പലത്തിൽ പോകുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവൻ ഭക്തനാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക? ഭക്തന്റെ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മനസ്സ് എത്രത്തോളം ഭഗവാനിൽ ആ മനസ്സ് ഇരിക്കുകയും ആ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്ന് ഒരു ബോധം ഒരുവനില്ലെങ്കിൽ അവന്റെ വേഷഭൂഷാദികൾ കൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പൊക്കോ, ഏത് ക്ഷേത്രങ്ങളിലും പൊക്കോ, സമാധാനവും സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ, അല്ലേ? അവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള തത്വം മറന്നു പോകരുത്. ജ്ഞാനത്തിലൂടെയാണ് ഭക്തിയിലെത്താവുള്ളൂ എന്ന്. ജ്ഞാനത്തിന് ശേഷമാണ് ഭക്തി. ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ഭക്തി ചെയ്തു. ഇപ്പൊ നാളെ എന്നെ എറണാകുളത്ത് ഒരു കുടുംബ സംഗമത്തില് പ്രഭാഷണത്തിന് വിളിച്ചിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് അത്രയും ആളുകൾ മുന്നോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ പറയണത് അവർക്ക് ഈശ്വരൻ എന്താണെന്നും ഭക്തി എന്താണെന്നും ഗുരു എന്താണ് പറഞ്ഞേക്കണത് അത് ഞങ്ങൾക്ക് അറിയണം. വല്ലാത്തൊരു അത് മാത്രം ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യരൊത്തിരി മാറി തുടങ്ങിയിട്ടില്ലേ? ഒത്തിരി മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ദൈവങ്ങളെ പോലും കാത്തോണേ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഭക്തിയെ വികലമാക്കിക്കൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മള് യഥാർത്ഥ ഭക്തി എന്തെന്ന് പറഞ്ഞു തന്ന മഹാഗുരുക്കന്മാരുടെ വാക്കുകളെ സ്വീകരിച്ചിട്ടില്ല. അത് ചൊല്ലിവിട്ടു, അവരെ പൂജിച്ചു വിട്ടു, പ്രാർത്ഥിച്ചു വിട്ടു. ഗുരുക്കന്മാരെ നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രാർത്ഥിച്ചും പൂജിച്ചും പുഷ്പാഞ്ജലി ചെയ്തും ഒക്കെ നമ്മൾ അവരെ ആദരിച്ചോളൂ. പക്ഷെ അതിനപ്പുറം ഗുരുവെന്ന ചൈതന്യത്തെ നാം പഠിക്കണം, അറിയണം, നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ വെളിച്ചം വീശണം. അതാണ് ഗുരുവിന്റെ ദർശനത്തെ നമ്മൾ അറിയണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് തേനേദം പ്രജ്വലിതം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രതീതികൾ മാത്രമാണ്. ഈ പ്രതീതിയെ സത്യമെന്ന് കരുതി പിടിച്ചു വെച്ചേക്കരുത്. പ്രതീതിക്ക് കാരണമായ ഒരു കാരണസത്തയുണ്ട്, അത് പ്രകാശാത്മകമാണ്. അതിനെ കൊണ്ടാണ് ഈ ലോകം പ്രോജ്വലിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഗുരു പറയുന്നുണ്ട്, നൂലാട തന്നിൽ ഉദകം നുര തന്നിലേവം ആ ലോകമാകെ മറയുന്നൊരവിദ്യയാലേ, അല്ലെ? ആലോചനാ വിഷയമായത് തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ടറിവൊന്നു മാത്രം. അങ്ങനെയല്ലേ അത്? നൂലാട തന്നിൽ ഉദകം, ഇതൊക്കെ ആ സത്യത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുവന്നാണ്. എന്താ ഈ നൂലാട തന്നിൽ എന്ന് പറഞ്ഞ എന്താ? ഉദകം നുര തന്നിൽ ഏവം ഹാ ലോകമാകെ മറയുന്നൊരവിദ്യയാലേ, ആലോചനാ വിഷയമായതു തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ട് അറിവൊന്നു മാത്രം. എന്താ നൂലാട തന്നിൽ? ആടയിലിരിക്കുന്നത് നൂലാണ്, വസ്ത്രത്തിലിരിക്കുന്നത് നൂലാണ്. നമ്മൾ വസ്ത്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ വസ്തു യഥാർത്ഥത്തിൽ ഇതിന്റെ രൂപം ഇതല്ല. ഇത് കുറെ നൂലുകളുടെ സമാഹാരമാണ് വസ്ത്രം. നൂല് ആട തന്നിൽ, ആടയിലിരിക്കുന്നത് നൂല് മാത്രാണ്. ഉദകം നുര തന്നിൽ, നുരയിലിരിക്കുന്നത് വെള്ളം മാത്രമാണ്. നമ്മൾ നുര മാത്രം കാണും, നുര എന്ന് പേരിടും, പക്ഷെ അത് വെള്ളമാണെന്ന് അറിയുന്നില്ല. വസ്ത്രം കാണും, പക്ഷെ അത് നൂലാന്ന് നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ ഗുരു ഓരോ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ എടുത്തുകൊണ്ട് അതിൻ്റെ സത്യം തിരയിച്ച് പ്രപഞ്ച സത്യത്തിലേക്ക് എത്തിച്ചിട്ട് ആ പരമ്പരയിലേക്ക് എത്തിച്ചിട്ട് അത് പ്രകാശമാനമാണെന്ന് ഗുരു പറഞ്ഞു തരുന്നേ നമുക്ക്. അപ്പോൾ പതുക്കെ നമ്മൾ നടത്തിച്ച് കൊണ്ടുപോവുക. നമ്മൾ ഉടുക്കുന്ന വസ്ത്രം അങ്ങനെയാണല്ലോ. കുറുക്കഞ്ചേരിയിൽ വെച്ചിട്ട് ഇത് ഉള്ളത് പ്രകാശമാണെന്ന് പറയാൻ ഗുരു ആ പാവപ്പെട്ട ആ ഒരു ഭക്തനോട്, അറിവില്ലാത്തൊരു ഭക്തനോട് ആ വസ്ത്രത്തിൽ നിന്ന് ഭഗവാൻ ചോദിക്കാൻ തുടങ്ങിയത്, അല്ലേ? ഇത് വസ്ത്രമാണല്ലേ, വസ്ത്രം ഉണ്ടല്ലേ? ഉണ്ട് ഗുരു, അല്ലേ? ആ വസ്ത്രം ഒന്ന് പിരിച്ചു നോക്കൂ. ഇപ്പൊ വസ്ത്രം ഉണ്ടോ? ഇല്ലല്ലോ, നൂല് മാത്രമായിട്ട് കിട്ടി. ഇപ്പൊ വസ്ത്രം ഇല്ല, നൂലായി അതിന്റെ രൂപം. ഇനി ആ നൂലിനെയും ഒന്ന് പിരിച്ചു നോക്കൂ.
അപ്പൊ നോക്കുമ്പോ എന്താ, നൂലൊരു ഘട്ട പഞ്ഞിയായിട്ട് മാറി. അപ്പൊ നൂലില്ല, അത് പഞ്ഞിയായിട്ട് മാറി അല്ലെ. ഇനി ഈ പഞ്ഞിയെയും നമ്മൾ വിശ്ലേഷിപ്പിച്ചാൽ, ഏതൊരു വസ്തുവിനെ നമ്മൾ വിശ്ലേഷണം ചെയ്യുന്നുവോ അത് അതിന്റെ മൗലിക കണമായിട്ട് മാറും. ഈ പഞ്ഞി പഞ്ചഭൂത മൂല തന്മാത്രകളായിട്ട് മാറും. ഈ പഞ്ചഭൂത മൂല തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് ജഗദീശ്വര സത്തയിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ സ്വാമി എന്ന് ചോദിപ്പോ, ഈ വസ്ത്രം ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ, അത് പ്രതീതി മാത്രം, അത് മായയാണ്. ഉള്ളത് അറിവാണ്, ബോധമാണ്, അത് പ്രകാശമാണ്. ഗുരു പറഞ്ഞതാ. തൃശ്ശൂർ കുറുക്കഞ്ചേരിയിലെ ഗുരുവിന്റെ ഭക്തനോടുള്ള സംഭാഷണ മധ്യത്തിൽ ഗുരു അങ്ങനെയാണ്, വേദാന്തത്തിൽ ലളിതമായ തത്വങ്ങളും ഉണ്ട്, നമുക്കത് ഇങ്ങനെയൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശിഷ്യനോട് അറിവിലുമേറിയ അറിവാണ്, അത് പ്രകാശമാണെന്ന് പറഞ്ഞു വെച്ചത്. സമ്മതിക്കാതെ എന്തെങ്കിലും തരമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ കാണുന്നതെല്ലാം വെറും പുറംമൂടിയെ മാത്രമാണ് കാണുന്നത്. ആ പുറംമൂടിയെ ഒന്ന് ഇഴകീറി പരിശോധിക്കുമ്പോൾ അത് തന്നെ ഇല്ലാണ്ടാവുന്നു. അത് ചെന്ന് എത്തുന്നത് ഇതിന്റെ ആ അടിസ്ഥാന കാരണസത്തയിലാണ് നമ്മൾ ചെന്ന് എത്തുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, നൂലാട തന്നെ. ഒരു ശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ യുക്തിയുക്തമായി വേദാന്ത തത്വത്തെ ഗുരു ഭൗതിക വസ്തുക്കളെ എടുത്തു വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരിക അദ്വൈത ദീപിക. ഈ ലോകത്തിലെ ഉണ്ടായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങളിൽ വെച്ചിട്ട്, ഗ്രന്ഥങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മീതെ വെക്കാവുന്നൊരു കൃതിയാണ് അദ്വൈത ദീപിക. ശാസ്ത്രലോകം പഠിക്കേണ്ട കൃതിയാണ്. ശാസ്ത്രജ്ഞന്മാരുടെ കൈകൊണ്ട് കൊടുക്കേണ്ട കൃതിയാണത് അദ്വൈത ദീപിക. ഇപ്പോ ഇവിടെ പറഞ്ഞു വന്നത് വിത്തൊന്നുതാൻ, അതിനുശേഷം ഗുരു പറയുന്നുണ്ട്, വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി. രജ്ജുസ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ. ചോദിക്കുക, വിത്തൊന്നുതാൻ, ഒരു വിത്ത്, ഒരേ ഒരു കാരണസത്ത തന്നെയാണ് ഈ വിവിധമായി വിലസുന്നത്. നമ്മളെല്ലാവരും ഒരു കാരണസത്തയുടെ മക്കളാണ്, ആത്മസഹോദരരാണ്. തല്ലുകൂടരുത്, തമ്മി തല്ലരുത്, കൊല്ലരുത്, വെറുക്കരുത് അല്ലെ എന്നൊക്കെ പറയണ എന്തുകൊണ്ടാ? ഈ ഒരു വിത്താണ് വിവിധമായി വിലസുന്നത്. അതിൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി. ഒരല്പം പോലും ഇവിടെ പലതില്ല എന്ന ഗുരു എന്ത് കർശനമായ ഭാഷയില്, എന്ത് ഉറപ്പോടുകൂടിയാണ് ഗുരു ഇവിടെ പറയുന്നത്. അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി, ഒരല്പം പോലുമായി ഏകതയിൽ നിന്ന് ഭിന്നമായി പലതിവിടെ ഇല്ല. ഒരേ ഒരു വിത്തേ ഉള്ളൂ, ഒരേ ഒരു കാരണമാണ് ഈ കാര്യജാലങ്ങളായി വന്നിരിക്കുന്നത്. അതിന് അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി. എന്നിട്ട് ഗുരു എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വെക്കുന്ന ഉദാഹരണങ്ങള് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാ. രജ്ജുസ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്നു വേറോ. കയറിനെ കാണാതെ കയറിന്റെ ആകൃതിയില് ഇങ്ങനെ കിടക്കുന്ന കയറ് തന്നെ പാമ്പിന്റെ ആകൃതിയിൽ വളഞ്ഞു കിടന്നപ്പോൾ അത് ആ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ട്, ഇത് കയറാണെന്ന് വെളിച്ചം വന്ന് അറിയാത്തത് കൊണ്ട് ഇതിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ചപ്പോൾ അത് വിവർത്തമാണ്. വിവർത്തം എന്ന് പറഞ്ഞ് അടിസ്ഥാന സത്തയെ മറിച്ചുകൊണ്ട് അതിനെ മറ്റൊന്നായി കാണിക്കുന്നതിനെയാണ് വിവർത്തം എന്ന് പറയുക. സത്യത്തെ മറിച്ചുകൊണ്ട് അതിനെ വേറൊന്നാണെന്ന് ഭ്രമിക്കുക. ഈ ജഗദീശ്വര സത്തയെ മറിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ കാണിച്ചപ്പോ നമ്മൾ ജഗദീശ്വര സത്തയെ കണ്ടില്ല, പ്രപഞ്ചമാണ് സത്യമെന്ന് കരുതി പിടിച്ചേക്കോ നമ്മളെല്ലാവരും. എത്ര വേദാന്തം പഠിച്ചാലും നമ്മളത് വിടില്ല. കാരണം ഇത് നമ്മളിലേക്ക് നമ്മൾ അനുഭവിച്ചറിയണം. ഇത് പറഞ്ഞു പഠിച്ച് മനസ്സിന്റെ തലവും കഴിഞ്ഞ് നമ്മളിത് സഞ്ചരിക്കണം. ഇത് പരമസത്യമാണ്, നമ്മൾ അറിയേണ്ട തത്വമാണിത്. ഒരു നേരം പോക്കിനിരുന്ന് ഗുരുഗതി പഠിക്കണ പോലെ പഠിക്കേണ്ടതല്ല ഇത് കേട്ടോ. ഇത് നമ്മളെ സംബന്ധിച്ച തത്വമാണെന്ന് അറിയുമ്പോൾ ഇത് പഠിക്കുന്നത് കുറച്ചും കൂടി സീരിയസ് ആവും നമ്മൾ. അപ്പോൾ രജ്ജുവിന്റെ സ്വരൂപം അറിയാതെ, കയറ് ശരിയായി ഇരുട്ടത്ത് കാണാനാവാതെ അത് സർപ്പമാണെന്ന് പ്രതീതി തെറ്റായി ധരിച്ചു പോയാലും ആ കയറല്ലാതാകുമോ? രജ്ജുവിൽ നിന്ന് വേറോ അല്ലെ? ആലോചിച്ചു. അതുപോലെ ഈ പ്രപഞ്ചത്തെ കണ്ട് ഇതിൽ ഭ്രമിച്ച് ഇത് സത്യമാണെന്ന് കരുതിയാലും ഇത് പരമസത്യമല്ലാതിരിക്കുമോ?
എന്നാ ഗുരുതി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. അപ്പൊ ഞാൻ ഇപ്പോ പറയാ എന്താ പറയാ, നമ്മൾ ഈ പ്രകൃതിയിൽ സൗന്ദര്യമുള്ള വസ്തുക്കളെ എല്ലാം കാണുമ്പോൾ നമ്മളിൽ ആ ഈശ്വരന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ. ഇപ്പോഴും നമ്മളിതെല്ലാം ഇങ്ങനെ വിചാരം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഗുരുവിന്റെ കൃതികളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും നമുക്ക് താലോലിക്കാൻ തോന്നും. ഒരു പുഷ്പത്തെ കാണുമ്പോഴും ഒക്കെ അതിനകത്ത് വരുന്ന മനോഹാരിത ഈശ്വരന്റെ ഈശ്വര ചൈതന്യമാണ് അതിൽ തുടിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കണ്ണ് വെച്ച് ഈ പ്രപഞ്ചത്തെ നോക്കിയാല് നമുക്ക് നല്ല സന്തോഷവും ആനന്ദവും ഒക്കെ കിട്ടും. ഇവിടുന്ന് ഇതില്ലാത്തതാണെന്നല്ല, ഇതിന് ആധാരമായ ഒരു സത്യമുണ്ടെന്ന് അറിഞ്ഞാൽ മതി. നിങ്ങളിത് ഇല്ലാത്തതാണെന്നല്ല ധരിക്കേണ്ടത്, ഇത് ഉള്ളത് തന്നെയാണ്. പക്ഷെ ആ ഉള്ളതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു പരമേശ്വരനുണ്ട്, പരമചൈതന്യമുണ്ട്. അത് പ്രകാശമാണ്. ആ പ്രകാശമാണ് എന്നിലിരിക്കുന്നത്. ആ എന്നിലുള്ള പ്രകാശമാണ് ഈ കാഴ്ചകളെയൊക്കെ കാണിക്കുന്നത്. ഇത്ര ഓർത്തിരുന്നാൽ മതി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. തസ്സത് ശ്രീനാരായണ ഗുരുർപ്പണമസ്തു. ഗുരു തസ്സത്.